ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും മ്യാൻമയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉമ്മ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും കടലക്കറിയുമാണ്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയും പൂരിയും ഉണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഒരു രാത്രി ഫുള്ള് വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിരിക്കുന്ന കടല നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞതും 2-3 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കടല വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നമുക്ക് കടല ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ വരുന്നവരെ നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 6 അല്ലി ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഈ തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ തേങ്ങ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ഞാനിവിടെ പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്നുകൂടി കുഴയ്ക്കുന്നുണ്ട്. ഇനി ഞാനിതിവിടെ മൂടി വയ്ക്കുകയാണ്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കടല വെന്തിട്ടുണ്ട്. ആ കടലയിൽ നിന്ന് 1 സ്പൂൺ എടുത്ത് ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു. ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ അരപ്പ് നമുക്ക് വേവിച്ച കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കടലക്കറി ഒന്ന് കടുക് വറുത്തെടുക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി അരിഞ്ഞതും കുറച്ച് വേപ്പിലയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് കടലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ പത്തിരി പ്രസ് വെച്ചിട്ട് ആണ് പൂരി ഉണ്ടാക്കുന്നത്.
അപ്പം നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണിന്നത്. കടലക്കറിയും പൂരിയും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണിത്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. താങ്ക് യു.